മെത്രാപോത്ത് സെന്റ് തോമസ് യാക്കോബൈ സഭാംഗമാണ്. ജേർണി ടു ദ പാംസിന്റെ 175-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 98. വിജയിച്ചവന് പാടുവാൻ കഴിയും എന്നുള്ള ഒരു സന്ദേശം നമ്മൾക്ക് കൈമാറുന്ന ഒരു സങ്കീർത്തനമാണ് ഈ 98-ാം സങ്കീർത്തനം. ദൈവം ഇസ്രായേൽ ജനത്തിനു നൽകിയ വിജയത്തിന്റെ ആഘോഷമാണ് ഈ സങ്കീർത്തനം. ദൈവം ഇസ്രായേലിന്റെ രാജാവാണ്. രാജാവ് നമുക്ക് വിജയം തരും. നമ്മുടെ വിജയങ്ങൾ എല്ലാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നൽകുന്ന വിജയങ്ങളാണ്. ഈ വിജയത്തിൽ കർത്താവിന് ഒരു പുതിയ ഗാനം, ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ഗാനം ആലപിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇസ്രായേൽ ജനത്തിന്റെ വിജയത്തിലെല്ലാം പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ് അവർ അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നത്. ഇസ്രായേൽ നേടിയ വിജയങ്ങളെല്ലാം യഹോവ എന്ന രാജാവിന്റെ വിജയമായിരുന്നു. വിശ്വാസ ജീവിതത്തിൽ നാം പരാജയമുള്ളവരായി തീരരുത്. നമ്മുടെ ഓരോ കടമ്പകളും നാം കടന്ന് മുന്നോട്ടു പോകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഒരു കർത്താവുണ്ട്, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു കർത്താവ്. അതുകൊണ്ട് നമുക്കൊരിക്കലും പരാജയമുണ്ടാകുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. മക്കളെ, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ മുമ്പിൽ ഞാനുണ്ട്. നിങ്ങളുടെ ശത്രുക്കളെ തകർത്തു കളയുവാൻ ഞാനുണ്ട്. നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചാൽ മതി, ദൈവത്തെ വാഴ്ത്തിയാൽ മതി, ദൈവത്തിന് മഹത്വം കരയറ്റിയാൽ ദൈവം നിന്റെ പ്രതിസന്ധികളെ മാറ്റുവാൻ തക്കവണ്ണം നിന്റെ മുൻപിൽ തന്നെ ഉണ്ട് എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ദൈവം നമുക്ക് വിജയം തരുന്നതിന് മുൻപും വിജയം തരുന്നതിന് ശേഷവും നാം ദൈവത്തെ പാടി സ്തുതിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യഹോവയുടെ വിജയം അല്ലെങ്കിൽ യഹോവ നേടിയ വിജയം എല്ലാം നമ്മളിൽ കൂടി ദൈവത്തിന്റെ പ്രവൃത്തിയായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. മാത്രമല്ല, ഈ വിജയങ്ങൾക്കെല്ലാം നാം അനേകം വാദ്യഘോഷങ്ങളോടും കാഹളനാദത്തോടുകൂടിയും ദൈവത്തെ പാടി സ്തുതിക്കേണ്ടതാണ്. സമുദ്രവും ഭൂതലവും അതിൽ വസിക്കുന്നവരും പ്രവാഹങ്ങളും പർവ്വതങ്ങളും എല്ലാവരും ഒരുപോലെ യഹോവയുടെ മുൻപാകെ ഉല്ലസിച്ച് ഘോഷിക്കുവാൻ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നു. അവസാന വാക്യത്തിൽ ലോകത്തെ വിധിപ്പാൻ വരുന്ന രാജാവിനെയും നമുക്ക് കാണാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ എല്ലാ വിജയത്തിനു മുൻപിലും അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പാടി സ്തുതിക്കുന്നു. ആമേൻ.